ഞാനിപ്പോൾ ഈ പോകുന്നത് ഏട്ടൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെറിയൊരു സൽക്കാരമുണ്ട് കേട്ടോ. ചേച്ചീൻ്റെ ആങ്ങളയും നാത്തൂനും മക്കളൊക്കെ വരുന്നുണ്ട്. ചേച്ചീൻ്റെ ആങ്ങള ഗൾഫിലേക്ക് പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നായിട്ട് സൽക്കരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചേച്ചി പത്തിരി പണിയിലായിരുന്നു. ആദ്യമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഉണ്ടാകുന്നൊരു സംഭവമാണ് കേട്ടോ ചിക്കനും പത്തിരി അല്ലെങ്കിൽ ബിരിയാണി നമ്മൾ വാങ്ങുന്നതിന് പകരം ഉണ്ടാക്കും. ഇപ്പോഴാണ് കേട്ടോ പിന്നെ എളുപ്പപ്പണി നോക്കിയിട്ട് പെട്ടെന്ന് മന്തിയൊക്കെ ഓർഡർ ചെയ്യാറുള്ളത്. എന്നാലും അധികം ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും ചിക്കൻ കറി ചേച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ. പത്തിരിക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ അടുപ്പത്ത് കരിങ്ങാലിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അവർ ഒരു രാത്രിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പത്തിരിപ്പണിയാകുമ്പോൾ നേരത്തെ കാലത്തെ നോക്കേണ്ടി വരുമല്ലോ. പിന്നെ കുറച്ചധികം പത്തിരി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പണി തുടങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ പത്തിരി പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പത്തിരിപ്പണിക്ക് നിൽക്കുന്നതിൻ്റെ മുന്നേ അല്ലൂന് എന്തെങ്കിലും കൊടുത്ത് അവൻ്റെ വിശപ്പ് മാറ്റാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലും കുറുമ്പൊക്കെ ആയിരിക്കും. ഇത് പിന്നെ മീൻ കറിയാണ് കേട്ടോ. വെത്തൽ മീനായിരുന്നു. അച്ഛൻ ചിക്കൻ കറി കൂട്ടൂല. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് മീൻ കറി ഉണ്ടാക്കിയതാണ്. പിന്നെ ചീരപ്പേരി ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്കത്തെ ഉപ്പേരിയാണ്. അപ്പം ഞാൻ അല്ലൂന് ചോറ് കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ചോറും ഉപ്പേരിയും പിന്നെ ഇത് പീച്ചിങ്ങേൻ്റെ ഉപ്പേരിയായിരുന്നു കേട്ടോ. പീച്ചിങ്ങ ഉപ്പേരിയിൽ കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അച്ഛൻ ഉണ്ടാക്കിയ പീച്ചിങ്ങയാണ് കേട്ടോ. അച്ഛൻ്റെ കൃഷിയാണ്. പിന്നെ സാമ്പാർ ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ട് അല്ലൂന് ചോറ് കൊടുത്തിട്ട് അവൻ്റെ വിശപ്പൊക്കെ മാറി അവനൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പത്തിരി പണിക്ക് നോക്കാം. അല്ലെങ്കിൽ ഞാൻ അവനെ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. കുറുമ്പായിരിക്കും. അപ്പോൾ ചോറ് തിന്നുന്നതിൻ്റെ ആ സമയത്ത് അമ്മ അരീക്കോട് നിന്ന് വന്നു കേട്ടോ. അമ്മ അല്ലൂന് കാലിലിടാൻ തണ്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് തണ്ട ഉണ്ടായിരുന്നു, കാലുമ്മേൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെറുതായപ്പോൾ ടൈറ്റായി. അപ്പോൾ പിന്നെ അമ്മ അത് കൊണ്ടുപോയിട്ട് മാറ്റി വാങ്ങി കൊണ്ടുവന്നു കേട്ടോ. ഇച്ചിരി വലിപ്പമുള്ളത് എടുത്തു. അപ്പോൾ അങ്ങനെ കിലുക്കി നോക്കുകയാണ് കേട്ടോ. ആ ഫസ്റ്റ് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഇടാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതും കൊണ്ടങ്ങ് പോയിട്ടോ. കിലുക്കി നോക്കുക, കൈ പിടിച്ച് കിലുക്കാന്ന് പറഞ്ഞിട്ട്. പിന്നെ അമ്മ കോലുമുട്ടായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണ്ടയൊക്കെ അവിടെ എവിടെയോ വെച്ചിട്ട് അത് ഞങ്ങൾക്ക് ഇടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത് കൊളത്താൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ കുട്ടാരനോ ഏട്ടനോ ആരെങ്കിലും വരട്ടെ എന്നിട്ട് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചതാണ്. അങ്ങനെ അവൻ്റെ വിശപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവൻ നല്ല കുട്ടിയായിട്ട് അവിടെ കളിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ പിന്നെ പത്തിരിപ്പണി തുടങ്ങി കേട്ടോ. ഇത് കുറച്ച് സമയം പിടിക്കുമല്ലോ പത്തിരിപ്പണി. പക്ഷെ നമ്മുടെ വീട്ടിൽ 2-3 ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും കേട്ടോ. വലിയ പണിയായിട്ട് തോന്നാറില്ല. ഒരാൾ പരത്താനും ചുടാനും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. ആദ്യമൊക്കെ അപ്പും മോനും അച്ചുമൊക്കെ കൂടാറുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അവർ ആൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കൊന്നുമില്ല കേട്ടോ. എല്ലാത്തിനും കൂടും. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഈ മുത്തപ്പന് കൊടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ദിവസങ്ങളിലൊക്കെ പത്തിരി പണിക്ക് അപ്പും അച്ചും എല്ലാവരും ഉണ്ടാവാറുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. അവരെയൊക്കെ ഒത്തിരി മിസ് ചെയ്യട്ടോ. ഇപ്പോൾ വീട്ടിലിങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അവരെയൊക്കെ. ഇനിയിപ്പോൾ എല്ലാവരും ഓണത്തിന് വരുമായിരിക്കും. അങ്ങനെ കുഴയ്ക്കലൊക്കെ കഴിഞ്ഞ് ചേച്ചി അവിടെ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഒന്ന് സിറ്റ് ഔട്ടിലേക്ക് വന്ന് നോക്കിയതാണ്. അബിക്ക് എന്തോ ഒരു തൊരുപണിയാണ് കേട്ടോ. എന്തോ ഒരു സാധനം കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ദിയ ഊഞ്ഞാലാടുന്നുണ്ട് കേട്ടോ. ദിയ ആയിരുന്നു ഇത്രയും നേരം അല്ലുവിനെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞേരം ഞങ്ങൾ പരത്താൻ നിൽക്കുകയാണ്. ഞാൻ പരത്തുന്നുണ്ട്. ചേച്ചി ആ സമയത്ത് അപ്പുറത്ത് എന്തോ ഒരു പണിയിലായിരുന്നു കേട്ടോ. അങ്ങനെ പരത്തലും ഇതൊക്കെ കഴിഞ്ഞു. ഈ തുള്ളി ചാടി പോകണം എന്താണെന്ന് വെച്ചാൽ കുട്ടാടൻ വന്നപ്പോൾ കാലിൽ ആ തണ്ട കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയത് വാങ്ങിയതാണല്ലോ, അപ്പോൾ ഭയങ്കര സൗണ്ടാണല്ലോ കിലുക്കം. അപ്പോൾ അതിങ്ങനെ ചാടി കളിച്ച് പോവാണ് കേട്ടോ, ആ ഒരു കിലുക്കത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചേച്ചി കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കുടിച്ചു കേട്ടോ. പണീൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വിശപ്പ് മാറ്റണമല്ലോ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇപ്പോൾ ഈ അല്ലു കാണിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പശുവിൻ്റെ പിണ്ണാക്കൊക്കെ എടുത്ത് വെക്കുന്ന പാത്രമാണ് കേട്ടോ. അത് വന്നിട്ട് എന്തൊക്കെയോ പിത്തനെ കാട്ടുകയാണ്. വിശപ്പില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചാടി കളിക്കുന്നതൊക്കെ. പിന്നെ ഇന്ന് ആ തണ്ട കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഒരു 15 ദിവസത്തിലേറെ ആയിട്ടുണ്ടാവും. ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കഴിയണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ നമ്മുടെ ലിയോൻ്റെ ചോറ് കുട്ടാടെ ഇങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത്. കുറച്ച് അരി എടുക്കും. പിന്നെ അതിലേക്ക് നമ്മുടെ കോഴിക്കാലുണ്ടല്ലോ അതിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേവിക്കും. അങ്ങനെയാണ് കേട്ടോ ലിയോയ്ക്ക് ഫുഡ് കൊടുക്കാറുള്ളത്. ഇത് പിന്നെ ഏട്ടൻ എന്തോ ഒരു മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കരിമീനാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തോ ഒരു മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേച്ചി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലകളൊക്കെ കൂട്ടി വെച്ചതാണ്. അതിനിടയ്ക്ക് അച്ഛൻ അങ്ങാടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കടല മിഠായി ആയിരുന്നു. അങ്ങനെ ചേച്ചി അത് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലകളൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും
പെരുംജീരകവും ഒക്കെ കുത്തി ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ വെറുതെ ഒന്ന് സിറ്റ് ഔട്ട് പോയി നോക്കിയതാണ് എന്താ മക്കൾക്ക് എന്താ പണിയെന്ന് അറിയാൻ. അപ്പോൾ അവരുടെ മീൻകുളം റെഡിയാക്കുകയാണ്. മഴ പെയ്തിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് വെള്ളമൊക്കെ മാറ്റണം, ഒഴിവാക്കണം, ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പണിയിലാണ് കേട്ടോ. എല്ലാവർക്കും ഓരോ സെപ്പറേറ്റ് കുളങ്ങളുണ്ട്. അബിക്ക് വേറെ, ദിയയ്ക്ക് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യം അപ്പു ആയിരുന്നു ഇതിൻ്റെ മെയിൻ ആൾ. ഇപ്പോൾ അപ്പു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവരത് ഏറ്റെടുത്തതാണ് കേട്ടോ. ഇവർക്ക് ഇതിൻ്റെ പേരൊക്കെ കറക്റ്റ് അറിയാം കേട്ടോ. ഓരോ മീനിൻ്റെ പേരും അറിയാം. ഓരോ മീനിനും ഓരോ പ്രത്യേകത ഉണ്ട് കേട്ടോ. അതിൻ്റെ വാലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ. അതൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞേരെ അല്ലു നമ്മുടെ പിണ്ണാക്ക് എടുക്കുന്ന പാത്രം കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ തുരുപണി കാണിക്കുകയാണ്. പിന്നെ ചേച്ചീൻ്റെ ബാഗ്, ചേച്ചി സ്കൂളിലേക്ക് കൊണ്ടുവന്ന ബാഗൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ അവൻ്റെ ഒരു ടോയ്സ് ആയിട്ട് അവൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കാലിന് അച്ഛൻ ഇങ്ങനെ വേദനയാവുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ അവൻ വലിയ ഡോക്ടർ ആവുകയാണ് കേട്ടോ. ഞാൻ മരുന്ന് തേച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെയിൻ ആവുകയാണ്. പിന്നെ ചേച്ചി തേങ്ങ പൊട്ടിച്ചിട്ട്, നമ്മൾ മഴ ആയതുകൊണ്ട് നമുക്ക് വെയിലത്ത് വെച്ച് കൊപ്പരയാക്കാൻ പറ്റില്ലല്ലോ, ഉണക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പൊട്ടിച്ചിട്ട് അടുപ്പിൻ്റെ താഴെയും മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കും. അങ്ങനെ അതിനിടയ്ക്ക് നമ്മുടെ പത്തിരിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചുട്ടെടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അതിനിടയ്ക്കൊന്ന് അരീക്കോട് വരെ പോയിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ടാണ് കേട്ടോ പത്തിരി ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ വീഡിയോ എനിക്ക് മിസ്സായത്. പിന്നെ അതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ പൊട്ടിക്കണം. അപ്പോൾ തേങ്ങേൻ്റെ വെള്ളം ആദ്യം ചേച്ചി ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചാൽ നമുക്ക് വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ തേങ്ങ വെള്ളം ചേർക്കുമല്ലോ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം, വെള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനൊരു പാത്രം കൊടുത്തു. ചേച്ചി അങ്ങനെ പാത്രത്തിലേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അല്ലുവിന് കുടിക്കണം തോന്നി. നല്ല മധുരമുള്ള തേങ്ങ വെള്ളമായിരുന്നു. അപ്പോൾ അല്ലും അച്ഛനും കൂടെ കുടിച്ചു വെക്കുകയാണ് കേട്ടോ. അതുവരെ ഒരു മഴ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയമായപ്പോഴേക്കും വിളക്കൊക്കെ വെച്ച് ആ ഒരു സമയമായപ്പോഴേക്കും ഒടുക്കത്തെ കാറ്റും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കുകയാണ് കേട്ടോ. നല്ല കാറ്റും മഴയായിരുന്നു. അപ്പോൾ അമ്മ നമ്മൾ നേരത്തെ തേങ്ങ പൊട്ടിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ തേങ്ങ അടുപ്പിൻ്റെ താഴേക്ക് എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോഴാണ് ഞാനിങ്ങനെ ഷോക്കേസിൽ ഈ ഒരു സംഭവം കണ്ടത്. മാങ്ങ ഉപ്പിലിട്ടതും കാന്താരി മുളക് ഉപ്പിലിട്ടതും പിന്നെ അച്ചാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും. പിന്നെ നമ്മൾ കാന്താരി മുളക് ഇങ്ങനെ ഉണക്കി വെക്കുമല്ലോ, ഇത് പുളിയാണ് കേട്ടോ. പിന്നെ കാന്താരി മുളക് ഞാൻ പറഞ്ഞില്ലേ, കാന്താരി മുളക് ഉണക്കി വെച്ചതാണ് കേട്ടത്. പിന്നെ നമുക്കുണ്ടായിരുന്ന പണി എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അടുപ്പൊഴിയാൻ വേണ്ടി കാത്തു നിന്നതാണ് കേട്ടോ. അടുപ്പത്ത് ലിയോൻ്റെ ചോറായിരുന്നു. അപ്പോൾ അത് വെന്ത് വാങ്ങി വെച്ചിട്ട് വേണം മീൻ പൊരിക്കാനെന്ന് പറഞ്ഞിട്ട് കാത്തു നിന്നതാണ്. അങ്ങനെ അതേ മീൻ പൊരിച്ചെടുക്കുകയാണ്. ഇത് എനിക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഈ വളർത്തു മീൻ ഇഷ്ടമല്ല, കടയിൽ നിന്ന് വാങ്ങണ മീനേ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇതിനൊരു ചേറ് ചൊയയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പക്ഷെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ചൊയ. കുട്ടാറിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ചേച്ചിക്കും അമ്മയ്ക്കും ഒന്നും അങ്ങോട്ട് പോകൂല. അങ്ങനെ അവരെല്ലാവരും വന്നു. ഒടുക്കത്തെ മഴയായിരുന്നു കേട്ടോ അവർ വരുന്ന സമയത്ത്. അത്രയും നേരം ഇല്ലാത്തൊരു മഴ. അവർ വരുമ്പോൾ ഞാൻ അല്ലുവിന് ചിക്കനും പത്തിരിയും കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു എല്ലും കഷ്ണം കയ്യിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു, ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ സംസാരം തുടങ്ങി കേട്ടോ. അതിലേക്ക് ഏട്ടനും കൂടി, ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനും കൂടി. ഇതൊരു വേറെ രസം തന്നെയാണല്ലോ അല്ലേ, ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ നന്ദന ഇപ്പോൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളും പോകാനായിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. പാലക്കാടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അവളും പോകാനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഏട്ടൻ കടയിൽ നിന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഏട്ടനും കൂട്ടുകാരനും അച്ഛനൊക്കെ കടയിൽ നിന്ന് വരുമ്പോൾ അല്ലുവിനൊരു പൊതി നിർബന്ധമാണ്. അതില്ലാതെ അങ്ങോട്ട് അകത്തേക്ക് കയറ്റൂല. പിന്നെ അതേ അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ തേങ്ങ ഇങ്ങനെ പാകി വെച്ചിട്ടുണ്ട്. നല്ല കനലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീനും ഫ്രൈ ചെയ്തു. എല്ലാം സെറ്റായി കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള എല്ലാം സെറ്റായി. ഏട്ടൻ വന്നപ്പോൾ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പത്തിരി തന്നെ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു. 2 കിലോ പൊടി എങ്ങാനും എടുത്തിട്ടുണ്ട്. പത്തിരി തന്നെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഒരു സൽക്കാരല്ലേ, അപ്പോൾ ഒന്നിലും ഒതുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പൊറോട്ടയൊക്കെ ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ അവിടെ ഇരുന്നിട്ട് സീരിയലൊക്കെ കാണുന്നു കേട്ടോ. അവർ സ്ഥിരം കാണുന്ന സീരിയലാണ്. അച്ഛൻ മാത്രമല്ല കേട്ടോ, ചേച്ചിയാണ് കേട്ടോ സീരിയലിൻ്റെ അഡിക്റ്റ്. ചേച്ചിക്ക് എല്ലാ സീരിയലും ഇല്ല, പക്ഷെ 1-2 സീരിയൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും കാണാറുണ്ട് കേട്ടോ.
അങ്ങനെ ദേ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമായി. അപ്പോൾ എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ കറി, മീൻ കറി, പത്തിരി, പൊറോട്ട, മീൻ പൊരിച്ചത്, പിന്നെ ചോറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം ദേ നമ്മുടെ ആണുങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ടുണ്ട്. അതിലേക്ക് കുട്ടിപ്പട്ടാളങ്ങളെയും പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവരുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞാലാണ് ഞങ്ങൾ ഇരിക്കുന്നത്, ലേഡീസ് ഒള്ളി. ഞങ്ങൾക്ക് പിന്നെ കുറച്ച് സമയം വേണമല്ലോ, നമുക്ക് സംസാരമാണല്ലോ കൂടുതലുണ്ടാവുക ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ. ആ സമയത്ത് അവർ അവിടെ വെറുതെ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു, പാത്രമൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞേരെ അവർ തിരിച്ചു പോയിട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇതേ ചിക്കൻ കറിയും പൊറോട്ടയും പത്തിരിയും ഒക്കെ കൊണ്ട് താഴേക്ക് പോരുകയാണ് കേട്ടോ. അത് പിന്നെ നിർബന്ധമാണല്ലോ, നമുക്ക് രാവിലെ ചായക്കടിയൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയുക. എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.